ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 8:30 ഒക്കെ കഴിഞ്ഞു. നമ്മൾ എണീക്കാൻ വേണ്ടി 8:30 ഒക്കെ കഴിഞ്ഞു. ഏട്ടന് ജോലിയില്ല. ആദ്യം പറഞ്ഞ ജോലി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പറയുന്ന ജോലി ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. ഇപ്പോൾ കുറേ ദിവസങ്ങൾ എനിക്കറിയില്ല, രാവിലെ നല്ല ലേറ്റായിട്ടാണ് എണീക്കുന്നത്. എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. അപ്പം നമ്മൾ 8:30 ഒക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാൾ എണീക്കാൻ. അപ്പോൾ എന്താ പറയുക, ഏട്ടൻ പുറത്തുനിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. മോള് നമ്മുടെ ഏട്ടൻ്റെ ചേച്ചി അപ്പച്ചിയുടെ മോള് താഴത്തേക്ക്, അതായത് തൊട്ട് താഴെ അവരുടെ വീടാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോയി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. മോട്ടർ നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പം അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ കുറച്ച് ജോലിയൊക്കെ ഉള്ളത് ചെയ്യാമെന്ന് കരുതി. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ജോലിയൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ബാക്ക് സൈഡാണിത്. ചുമ്മാ ഇങ്ങോട്ടൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ്, എന്തെങ്കിലുമൊക്കെ വീണെടുപ്പുണ്ടോ. പിന്നെ അതുപോലെ തന്നെ പൂച്ചകളൊക്കെ പുറത്തേക്കുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വെറുതെ ഇറങ്ങിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നപ്പോഴത്തേന് ഏട്ടൻ കപ്പ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോവാണ്. അപ്പോൾ മോളെ ചുമ്മാ എടുത്ത് വെച്ചിട്ട് ഹായ് പറഞ്ഞ് കാണിക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കപ്പ പുഴുങ്ങി കഴിച്ചു. രാവിലത്തെ കാപ്പി അത് കഴിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ കാണാം ഏട്ടൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏഡിയോ എടുക്കുന്നത് ആളെ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. അങ്ങനെ വെള്ളം ഒഴിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ രണ്ടാമത് കാണിച്ചപ്പോൾ ഏട്ടൻ കണ്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ മീനുണ്ട്, അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഏട്ടൻ തലേന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ചോറിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പുറകുവശത്ത് നിന്ന് വിറക് കയറുകയാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തത് ഏട്ടൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ റൂമിലോട്ടൊന്ന് നോക്കിയപ്പം കണ്ട കട്ടിലിന്മേലെ മൊത്തം തുണി വലിച്ചു വാരി ഇട്ടേക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കാൻ കരുതി. അപ്പോൾ ചുമ്മാ ഞാൻ നമ്മുടെ കണ്ണാടി കണ്ടപ്പോഴും ഞാൻ വെറുതെ അവൻ്റെ ഫേസ് ഒന്ന് നോക്കിയാലോ എന്നും പറഞ്ഞ് നോക്കിയതാണ്. മോള് ഉറങ്ങുകയാണ്. നമുക്ക് എന്താ പറയുക, ബാക്കിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. പൂച്ചക്കുട്ടി ഇവിടെ ഉള്ള കേട്ടോ. നമ്മൾ അരി വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഈ ചീര തോരൻ വയ്ക്കണം. ഇത് നമ്മളിപ്പം എന്താ പറയുക, കപ്പയുടെ കൂടെ കഴിച്ച്, അതായത് ചീരയുടെ കൂടെ കഴിച്ച് മുളക്, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ കാന്താരി മുളകും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തരം എന്താ പറയുക, ഒരു മുളക് ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അറിയില്ല. ഇനിയിപ്പം ഇത്രയും പാത്രം വേണം. നമ്മൾ ഒരു തവണ കഴുകി വെച്ച് കഴിഞ്ഞാൽ മൂടി ഇപ്പോൾ കഴിച്ചിട്ടൊക്കെ എടുത്ത പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചക്കത്തേക്ക് ഇട്ട് മീൻ വറുത്തതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചീനി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വരട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൂച്ചകളെല്ലാം അകത്തൂടെ കയറുന്നത്. അപ്പോൾ നമുക്ക് മോളെ ഇവിടെ കിടത്തിയിട്ടൊക്കെ പോകുമ്പോൾ അടുത്തൂടെ ഒക്കെ നോക്കും ചോട്ടൊക്കെ എത്ര അടിച്ചാലും പോകില്ല പാവത്തുങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ. അതുകൊണ്ട് പിന്നെ എൻ്റെ സ്വന്തം വീട് പോലെ ഇങ്ങനെ ഇറങ്ങിയെടുക്കാം. മീൻകറി നമ്മൾ ഗ്യാസിൽ വെക്കണില്ല. ഞാൻ വിചാരിച്ചു വിറകടപ്പി വെക്കാമെന്ന് കരുതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും കേട്ടോ, വിറകടപ്പി വെക്കാമെന്ന് തോന്നും. അപ്പോൾ ഞാൻ വിറകടപ്പി വെച്ച് പിന്നെ അതിൻ്റെ മീൻ വരഞ്ഞ് വെച്ചേക്കും. നമ്മൾ കറി വെക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ മേടിച്ച ചുവപ്പൻകൂര കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറി വെക്കാമെന്ന് കരുതി. പിന്നെ ഇവിടെ മത്തി എന്നാണ് പറയുന്നത്, നമ്മുടെ കൊല്ലത്ത് ചാളയെന്ന് പറയും. ചാളമീൻ നമ്മൾ കറി വറുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും മീനും കൂടി ഇട്ടിട്ട് പാത്രം കുറച്ച് കഴുകാൻ വേണ്ടി ഞാൻ സിങ്കിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴുകണം. അരി ഇവിടെ വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിളച്ചോന്ന് നോക്കണം. ഓക്കെ, നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീനും കൂടെ അങ്ങ് പറക്കിയിട്ട് കൊടുക്കാമെന്ന് കരുതി. കഴുകി പറക്കിയാണ് ഞാൻ വരഞ്ഞങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നത്. ആദ്യം ഞാൻ ഇത് വറക്കാമെന്ന് കരുതി. പിന്നെ വിചാരിച്ച് വേണ്ട, കറി തന്നെ വെക്കാമെന്ന് കരുതി. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് എടുക്കാം. ഉപ്പ് പൊട്ടിച്ചിട്ടില്ല, ഇനി കുറച്ച് ഉപ്പ് പൊട്ടിച്ചിടാം അതേക്ക്. ഓക്കെ, മുളകിട്ടാ വെച്ചത് കേട്ടോ. ഇത്രയും വടക്കം പുളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാമെന്ന് കരുതി. എനിക്ക് ഇതിൻ്റെ ഇഷ്ടമല്ല ഇത് ഇരുന്ന് അങ്ങനെ. ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ, അതും ഇട്ട് കൊടുക്കാമെന്ന് കരുതി. പിന്നെ അടച്ച് വെക്കാമല്ലേ, അധികം
അടച്ചിട്ട് അവിടെ വേവട്ടെ. അപ്പം നമുക്ക് ബാക്കി പാത്രം കഴുകാനുള്ളത് കഴുകാം. അപ്പം നമുക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക ചെയ്തത്. അധികമൊന്നുമില്ല, കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആ പാത്രം എല്ലാം കഴുകി പറക്കി വയ്ക്കുക ചെയ്തത്. എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ പാത്രവും കഴുകി അതുപോലെ തന്നെ സിങ്കെല്ലാം കഴുകി വെച്ച്, നമ്മൾ അതൊന്നും സിങ്ക് കഴുകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പാത്രം കഴുകുന്നതൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതിപ്പം ഒരു 2 മണിയോളം ആയി നമ്മുടെ ഈ അടുക്കളപ്പണി, അതായത് മീൻകറിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും. രാവിലത്തെ കാപ്പി നമ്മൾ താമസിച്ച് നമ്മളൊരു 12 മണിക്കാണ് കുടിച്ചത്. അതുകൊണ്ട് പിന്നെ താമസിച്ച് നമ്മൾ പാത്രം കഴുകിയത്. ഓക്കെ, അപ്പോൾ അവിടെ അച്ഛനും മോളും TV കണ്ടുകൊണ്ടിരിക്കുക, മീൻകറി ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു പുതപ്പ് കഴുകാനുണ്ട്. ഇന്നലെ മോളുടെ പുതപ്പ് കഴുകി. ഇത് മോളെ ഹാളിലൊക്കെ കിടത്തുമ്പോഴത്തേക്കിനും വിരിച്ചിട്ട് കൊടുക്കുന്ന പുതപ്പ്. അപ്പോൾ ഇതിനകത്ത് മൊത്തം മൂത്രമാക്കി വെച്ചേക്കും. അപ്പോൾ ഇതും ഒന്ന് കഴുകി മോളുടെ ആ തുണിയൊന്ന് കഴുകാമെന്ന് കരുതി. അപ്പോൾ അത്രയും ജോലി ഇനിയുണ്ട് എനിക്ക്. അപ്പം തുണിയൊക്കെ കഴുകിയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്താ പറയുക, ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ പോയി. മോളെയും കുളിപ്പിച്ച് നമുക്കിനി അമ്പലത്തിലേക്ക് പോകണം. അപ്പം മോളെ കൊണ്ടുപോകണില്ല, അമ്പലത്തിൽ മോൾക്ക് കയറാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരാൾക്കല്ലേ മോളെയും പിടിച്ചുകൊണ്ട് പുറത്തേക്കേണ്ടി വരും. അപ്പം നമുക്ക് രണ്ടാൾക്കും കയറാൻ പറ്റാണ്ട് വരും. അപ്പം ഒരാൾക്കല്ലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ച് മോളെ അപ്പച്ചിയുടെ വീട്ടിലോട്ടാക്കിയിട്ട് പോയിട്ട് വരാമെന്ന് കരുതി. അതുവരെ കരയാതൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് ഒരുങ്ങണം. ഏട്ടൻ കുളിക്കാൻ പോയി, മോളെ കുളിപ്പിച്ച് കൊണ്ടുവന്നതേ ഉള്ളൂ. മോളെ റെഡിയാക്കി കിടത്തി. ഇനിയിപ്പം ഞാൻ ഒരുങ്ങിയിട്ട് എന്താ പറയുക, കുഞ്ഞിനെ താഴോട്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരുങ്ങിയിട്ട് വരാം അല്ലേ. ഒരുങ്ങുന്നതും നമ്മൾ വണ്ടിയിൽ പോകണമെന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇതിപ്പോൾ അമ്പലത്തിൽ വന്നു. എനിക്കറിയില്ലായിരുന്നു, നമ്മൾ പറഞ്ഞല്ലോ ഈ അമ്പലത്തിൽ പറയായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ ഇറങ്ങുന്ന ദിവസം അമ്പലം തുറക്കത്തില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് നമ്മൾ പുറത്തുനിന്ന് തൊഴുതു. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.